ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് വീഡിയോ. നമ്മളെല്ലാവരും ആദ്യമായി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉള്ളതാണ് ആധാർ. ഈ ആധാറിനെ പറ്റി ഒരു ഒന്നിലധികം തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും പിന്നെ നമുക്ക് മാസ്ക്ഡ് ആധാർ, അതിനെപ്പറ്റിയും കൂടെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എവിടെ ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിന് മാസ്ക്ഡ് ആധാർ കൊടുക്കുന്നതാണ് സേഫ്. നമുക്ക് ആധാർ തട്ടിപ്പുകളെ പറ്റി ഒന്ന് പറയാം. ഒന്നാമത്തെ തട്ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ലോണാണ്. ഓൺലൈൻ ലോണുകളും ഓൺലൈൻ വായ്പകളും പല ടൈപ്പിലുള്ള നമ്മുടെ വെബ്സൈറ്റുകളിലും ഈ ലോൺ തട്ടിപ്പ് വെബ്സൈറ്റുകളിലും നമ്മൾ ആധാർ അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആധാർ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നമെന്ന് വെച്ചാൽ, ഏത് വെബ്സൈറ്റിലാണോ നമ്മൾ ലോണിന് വേണ്ടി ആധാർ കൊടുക്കുന്നത്, ആ ആധാറിൻ്റെ വിശ്വസ്തത എന്ന് വെച്ചാൽ ആ ആധാർ എത്ര ശതമാനം ആ വെബ്സൈറ്റിൽ എത്ര ശതമാനം സേഫാണ്, അത് ജെന്യുവനാണോ എന്ന് അറിഞ്ഞിട്ട് വേണം അതിൽ ആധാറുകൾ കൊടുക്കാൻ. അതാണ് ഒന്നാമത്തെ തട്ടിപ്പായിട്ട് വരുന്നത്. അടുത്തതായി വരുന്നത് OTP തട്ടിപ്പാണ്. നമ്മളുടെ കൂടുതലും ഈ OTP തട്ടിപ്പിന് ഇരയാവുന്നത് പ്രായമായവരും ആവാനാണ് ചാൻസ് എന്നാണ് പഠനങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ അവർ ബാങ്കിൽ നിന്നാണ് പല കാരണങ്ങൾ പറഞ്ഞവർ വിളിക്കും. ബാങ്കിലെ ഉദ്യോഗസ്ഥരെന്നും പറഞ്ഞൊക്കെയാണ് അവർ വിളിക്കുന്നത്. നമ്മളുടെ മൊബൈലിൽ വരുന്ന OTP നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പിന്നെ കാലിയാണ്. പണ്ട് മുതലേ നടക്കുന്നതാണ്, പക്ഷേ ഇപ്പോൾ അധികം കണ്ടുവരുന്നൊരു തട്ടിപ്പും കൂടെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു ഗവൺമെൻറ് ബാങ്കും ഒരു പ്രൈവറ്റ് ബാങ്കും ഒരു അതോറിറ്റികളും നമ്മളെ വിളിച്ച് നമ്മളെ പേഴ്സണലായിട്ടുള്ള OTPകളൊന്നും ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കുന്നത് എല്ലാം തട്ടിപ്പുകളായാണ് ചാൻസ് വ്യക്തമാക്കുന്നത്. അടുത്ത ആധാർ തട്ടിപ്പെന്ന് വെച്ചാൽ നമ്മുടെ ആധാറിൻ്റെ ക്ലോണിംഗ് ആധാർ, നമ്മുടെ ഫേക്കായിട്ടുള്ളൊരു ആധാർ. നമ്മുടെ ആധാർ പല അതോറിറ്റികൾക്കും നമ്മുടെ പല ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ആധാറിൻ്റെ ഡ്യൂപ്പെടുക്കും. ഈ ഡ്യൂപ്പെടുക്കുന്ന ആധാർ കൊണ്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാം. പിന്നെ അതേ കണക്കിന് സിം കാർഡുകൾ, KYC എന്ത് വേണമെങ്കിലും നമ്മളെ പേരിൽ അവർക്ക് എന്തും ചെയ്യാം ആധാർ ഡോക്യുമെൻറ്റ്സ് വഴി. പക്ഷേ ഈ അവരെടുക്കുന്ന സിം കാർഡായാലും എന്തായാലും രാജ്യദ്രോഹം ചെയ്താൽ തന്നെ നമ്മുടെ തലയിലാണ് വരുന്നത്. നമ്മുടെ ആധാർ വച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ തലയിലൂടെ പ്രശ്നമായി വരുന്നതുകൊണ്ട് അങ്ങനെയും സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ആധാർ. ഇവിടെയൊക്കെയാണ് മാസ്ക്ഡ് ആധാറുകളുടെ ഉപയോഗങ്ങൾ വരുന്നത്. അടുത്തതായി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആധാറിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് വരും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ പോയി, നമുക്കറിയാവുന്ന വിശ്വസനീയമായ കടകളിൽ പോയി നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ പ്രശ്നം വരത്തില്ല. പക്ഷേ അല്ലാതെയുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോ കോപ്പി എടുക്കുന്നത് വരെ അപകടങ്ങൾക്ക് കാരണമാവാം ഈ ആധാർ തട്ടിപ്പ്. അടുത്തതായി വ്യാജ ആധാർ കേന്ദ്രങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ആധാർ കേന്ദ്രങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അടുത്തതായി തട്ടിപ്പുകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം.